അപ്പോൾ റമദാൻ ഡേ 11 ആയിട്ടോ. സോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എണീക്കുമ്പോൾ തന്നെ കേൾക്കണത് മൊത്തം ഭയങ്കര സാഡ് ന്യൂസും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ന്യൂസൊക്കെയാണ്. നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആയൊക്കെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കാം കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ 11ാമത്തെ നോമ്പാണ്. അങ്ങനെ ഇന്ന് നമ്മളൊരു കണ്ണൂർ സ്പെഷ്യൽ സ്നാക്കാണ് ഉണ്ടാക്കണേ. ഇതിൻ്റെ പേര് കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ കണ്ണപ്പം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ റോസ്റ്റ് ചെയ്യണേ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ദെൻ അതിൻ്റെ ബാറ്റർ നമ്മൾ അരി വെച്ച് അരിപ്പൊടി വെച്ചുണ്ടാക്കും. ഇപ്രാവശ്യം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് അരിപ്പൊടി വെച്ചാണ്. അരിപ്പൊടി, പെരുംജീരകം, പിന്നെ മുട്ടയിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ അടിച്ചെടുക്കുക. ദെൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇതുപോലെ അതിൽ അസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ആ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ആവി കയറി കുക്കായിട്ട് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് ആ ആവി വരുമ്പോൾ. അങ്ങനെ അത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നോമ്പിൻ്റെ ടൈമിലാണ് മിക്കപ്പോഴും ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ക്രേവിങ്സാണ് ഇത് കഴിക്കാനായിട്ട്. സോ അത് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ സെർവ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. നോമ്പ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോഴത്തേക്കും കുറച്ച് ചൂടൊക്കെ ആറും, എന്നാലും കുഴപ്പമില്ല, നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ഐറ്റമാണ്. എന്താ പറയുക, ഫ്രൈഡ് അല്ല, സ്റ്റീമാണ്. അതുകൊണ്ട് നമുക്ക് റിഗ്രറ്റ് അടിക്കാണ്ട് കഴിക്കുക. അങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടായി, പിന്നെ കുക്കുംബർ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായി. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് ഈ ഒരു ഐറ്റം ഞാൻ കഴിച്ചു. അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സിലേക്ക് പോയി. ഇന്ന് ഞങ്ങൾ കാലാകാലങ്ങളായി കൈമാറി വന്ന കൽച്ചട്ടിയിലായിരുന്നു കേട്ടോ ബീഫ് വെച്ചത്. സോ ആ ബീഫും ഇടിയപ്പവും നിന്ന് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞു കേട്ടോ.